Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തേത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഈവനിംഗ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഒരു പുതു വിഭവമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ മുമ്പ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് കപ്പ വെച്ചിട്ടാണ്. അപ്പോൾ കപ്പ ഒരു തവണ വാങ്ങുമ്പോഴെങ്കിലും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണ എന്തായാലും എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കപ്പ ഒന്ന് പുഴുങ്ങിയെടുത്തതാണ്. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയാണോ സ്നാക്സ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കപ്പയുടെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോനടുത്ത് കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ടോ ഫോർക്കൊക്കെ വെച്ചിട്ടൊക്കെ നല്ലപോലെ ഉടച്ചെടുക്കണം. ഇത് പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ വെച്ചിട്ട് വേണം പുഴുങ്ങിയെടുക്കാനായിട്ട്. എന്നിട്ട് അത് ഊറ്റിക്കളഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് വേണം കേട്ടോ അതൊന്ന് ഉടച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ട് കുറച്ച് വറ്റൽമുളക് പൊടിച്ചതാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പുഴുങ്ങിയെടുത്ത സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഒരല്പം ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മല്ലിയില ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓയിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒരുമിച്ച് കുഴച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വീണ്ടും കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈ ഒന്ന് കഴുകിയ ശേഷം കൈ നനച്ചെടുത്തിട്ട് ഇതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ നനക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് കട്ട്ലേറ്റിൻ്റെ ആകൃതിയിലോ ഏത് ആകൃതിയിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും തയ്യാറാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ മുഴുവനായിട്ടും ഇതുപോലെ ഞാൻ തയ്യാറാക്കി വെച്ച ശേഷം ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാവിലേക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള ഒരു മാവല്ല നമുക്ക് വേണ്ടത്, കുറച്ച് തിക്കോട് കൂടിയിട്ടാട്ടോ വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സേമിയ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തിട്ടുള്ള സേമിയാണ് വാങ്ങിച്ചിട്ടുള്ളതെങ്കിൽ അതൊന്ന് കൈ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതിവിടെ വലിയ സേമിയാണ്. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതോടുകൂടി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതിവിടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നൊന്ന് പൾസ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെറുതാക്കിയിട്ട് വേണം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത് കേട്ടോ, ഇതുപോലെ വേണം തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് പൾസ് ചെയ്ത് കൊടുക്കണം, അല്ലാതെ ഒരുപാട് സമയം അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകും കേട്ടോ. ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്നും എടുത്തിട്ട് ഈ ഒരു മാവിൽ മുക്കിയ ശേഷം ഈ ഒരു സേമിയ കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സേമിയ ഒരുപാടൊന്നും കോട്ട് ചെയ്തെടുക്കരുത്, ഒരൊറ്റ ലെയറായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അളവിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓവറായിട്ട് ക്രിസ്പി ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാവും. ഒരല്പം മാത്രം ഇതിൻ്റെ മുകളിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാനിവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഈ ഒരു മാവിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഈ ഒരു സേമിയ വെച്ച് ഇതുപോലെ ഞാനിവിടെ മുഴുവനും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തീ നല്ല ചൂടായ ശേഷം നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു സേമിയ നല്ലപോലെ വെന്തിട്ടില്ലെങ്കിൽ നമുക്കിത് കടിക്കുന്ന സമയത്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു ഭാഗം റെഡി ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചധികം സമയം ഞാനിതിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
അപ്പോൾ നമ്മൾ കപ്പയൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരു തവണ ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ കപ്പ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണം. എപ്പോഴെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്